ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങൾ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും. നന്മയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യാത്രയിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ നാം സഞ്ചരിക്കേണ്ടി വരും എന്നാണ് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നല്ല കാര്യങ്ങൾക്കായി ഒരുപക്ഷെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ പത്രോസ് പറയുന്നതായി കാണുന്നുണ്ട്. കർത്താവിൻ്റെ വചനങ്ങൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവർ ആണ് അവിടുത്തെ സ്നേഹിക്കുന്നതെന്ന് യേശു അരുളി ചെയ്തിട്ടുണ്ട്. വചനാധിഷ്ഠിതമായി കർത്താവിന് സാക്ഷിയായി ജീവിക്കുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ടാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞത്. ഈ സഹനങ്ങൾ മഹത്വത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ യാത്രയിൽ നമ്മൾ ഒരിക്കലും തനിച്ചാവുകയില്ല. യേശു പിതാവിനോട് അഭ്യർത്ഥിച്ചു നമുക്കൊരു സഹായകനെ അയച്ചു തരുമെന്ന്. അന്ത്യത്താഴവേളയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മേലും അവിടുത്തെ ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ, വിശദീകരിക്കണമേ. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16:20 അങ്ങ് അരുളി ചെയ്തു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, ലോകം അതിൽ സന്തോഷിക്കും. നീ ദുഃഖിതയാകും, എന്നാൽ നിന്റെ ദുഃഖങ്ങളെല്ലാം നാളെ ഞാൻ സന്തോഷമാക്കി മാറ്റി തീർക്കുമെന്ന് അരുളി ചെയ്ത ആ വിശുദ്ധ വചനത്തിൻ്റെ ശക്തിയാൽ ഈശോയെ, ഈ സമയം ഞങ്ങളുടെ കണ്ണീരുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഞങ്ങൾ ആ കാൽവരി കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണീരുകൾ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വേദനകൾ സമർപ്പിക്കുന്നു, രോഗാവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അങ്ങ് അരുളി ചെയ്തല്ലോ. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, ഞാൻ പാപികളെ തേടിയാണ് വന്നിരിക്കുന്ന അരുളി ചെയ്ത വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം കർത്താവേ അങ്ങ് കഴുകിക്കളയണമേ. ഞങ്ങളുടെ വേദനകളെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ കാൽവരി കുരിശിൻ ചുവട്ടിൽ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ, ഞങ്ങൾക്കായി അമ്മ തന്നെ തിരുക്കുമാരനുള്ള മധ്യസ്ഥം യാചിക്കണമേ. അങ്ങയുടെ ആ ആണിതറച്ച കൈകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ ജീവിത പങ്കാളികളിലേക്ക് അങ്ങനെ അയക്കണമേ. എല്ലാ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, അവിടുത്തെ വിലയേറിയ തിരുരക്തത്തെ ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനെ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ആണിതറച്ച കൈകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ചതിന് കർത്താവിൻ രക്ഷകൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ